ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളുമായി ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി ഈ മാസം 27-ന് വിധി പറയാൻ മാറ്റി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? 27-ന് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി തള്ളിയത്. അതിന് പിന്നാലെയാണ് മേൽക്കോടതിയിൽ ജിതിൻ ഭാസ്കർ അപേക്ഷ നൽകിയത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് ഇന്ന് പരിഗണിച്ചത്. ഈ കേസിൽ വിശദമായി തന്നെ വാദം കേൾക്കണം എന്നായിരുന്നു കോടതി പ്രധാനമായും പറഞ്ഞിരുന്നത്. അതായത് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ഇന്നലെ ജാമ്യം അനുവദിക്കാതിരുന്നത്. ഇതേ തുടർന്നാണ് ജിതിൻ ഭാസ്കർ കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യ ഹർജിയിലും ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം ഈ കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധന ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന മുറയിൽ വരെയും ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യമാണ് എന്ന ജാമ്യം നൽകരുത്, റിമാൻഡിൽ തന്നെ തുടരണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ജിതിൻ ഭാസ്കറിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഇതിൽ വാദിച്ചത്, അതായത് കൃത്യമായി തെളിവുകളൊന്നും ശേഖരിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അതായത് ഫോൺ ഉൾപ്പെടെ, ജിതിൻ ഭാസ്കറിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. അതിനാൽ തന്നെ ജാമ്യം അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു കോടതിയിൽ പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. എന്നാൽ വിശദമായി തന്നെ ഈ കേസിൽ വാദം കേൾക്കണം എന്നാണ് കോടതി പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.